നമസ്കാരം. അസീം മുനീർ പാകിസ്ഥാനിലെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന ഏറ്റവും ഉന്നതമായ ഭരണഘടനാ ഭേദഗതി വരുത്തിക്കൊണ്ട് നൽകിയ ഈ പദവിയിലെത്തിയതോടെ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ഓരോരുത്തരെയായി ഇപ്പോൾ നേരിടാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം. ഇതിനായി പണ്ട് തനിക്ക് എതിരുന്ന അല്ലെങ്കിൽ തൻ്റെ എതിരാളികൾക്കൊപ്പം നിന്ന ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്ന പരിപാടിയിലേക്ക് ഇപ്പോൾ ഇയാൾ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത പാകിസ്ഥാനിലെ ISIയുടെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന അവരുടെ ഏറ്റവും വലിയ ചാര സംഘടനയുടെ മുൻ തലവനായ ഫൈസ് മുഹമ്മദിനെ 14 വർഷം തടവിന് കോടതി ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ വരെ ശ്രദ്ധിക്കേണ്ടത്, ഇത് സാധാരണ കോടതിയല്ല, സൈനിക കോടതിയാണ് ഇയാളെ ശിക്ഷിച്ചതെന്നാണ്. സൈനിക കോടതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ അസീം മുനീറിൻ്റെ അദൃശ്യ കരങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അസീം മുനീർ പറഞ്ഞ ആളുകൾ തന്നെയാണ് അവിടെ ജഡ്ജിമാരായിരിക്കുന്നത്, അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ തന്നെ ഇയാളെ സൈനിക അച്ചടക്ക നടപടിക്ക്, അതായത് കോർട്ട് മാർഷലിന് വിധേയനാക്കിയിരുന്നു. ഫൈസ് ഹമീദിനെ അസീം മുനീറിൻ്റെ ഏറ്റവും വലിയൊരു എതിരാളികളിൽ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഫൈസ്. അതുകൊണ്ട് തന്നെ ഫൈസിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് അസീം മുനീറിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിൽ തടവിലാണ്, അദ്ദേഹം ഏകാന്ത തടവിലാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കൊല്ലപ്പെട്ടതായി പോലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തൻ്റെ ഒരു പ്രധാനപ്പെട്ട എതിരാളി ജയിലിലാക്കിയിട്ട് അടുത്തതായി ഇപ്പോൾ അസീം മുനീർ ലക്ഷ്യമിടുന്നത് തനിക്ക് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട എതിരാളികൾ ഓരോരുത്തരെയായി കണ്ടെത്തി അവരെല്ലാം ജയിലിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഫൈസ് ഹമീദിന് മേൽ നിരവധി കുറ്റങ്ങളാണ് അവിടുത്തെ സൈനിക കോടതി ചുമത്തിയിട്ടുള്ളത്. ഔദ്യോഗിക രഹസ്യ നിയമം ചോർത്തി, അതുപോലെ അട്ടിമറി നടത്തി, അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ഇതിൻ്റെ പേരിൽ ചേർത്തിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് അവരുടെ ചാര സംഘടനയുടെ ഒരു മേധാവിയെ ഇത്രയും വർഷം കഠിന തടവിന് ശിക്ഷിക്കുന്നത്. നേരത്തെ ഇമ്രാൻഖാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ഘട്ടത്തിൽ ഇമ്രാൻഖാൻ്റെ അനുയായികൾ രാജ്യവ്യാപകമായി വലിയ തോതിലുള്ള പ്രക്ഷോഭം നടത്തിയിരുന്നു. അവർ അവിടെ സൈന്യത്തിന് നേരെ അവർ ആക്രമണം നടത്താൻ ലക്ഷ്യമിടുന്നു എന്നുള്ള വാർത്തകൾ വരെ പുറത്തു വന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചതും അവർക്ക് വേണ്ടെന്ന ഉപദേശം കൊടുത്തതുമെല്ലാം ഈ ഫൈസ് ആണ് എന്നാണ് അസീം മുനീറും അദ്ദേഹത്തിൻ്റെ അനുയായികളും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യം തൻ്റെ പ്രധാനപ്പെട്ട എതിരാളികളെ ഓരോരുത്തരെയായി ജയിലിനുള്ളിലാക്കുക എന്നുള്ള ഈ ലക്ഷ്യം ഇപ്പോൾ അസീം മുനീർ നടപ്പാക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ അസീം മുനീറിനെ രണ്ടാം സിയാഉൽ ഹക്ക് എന്നാണ് വിളിക്കുന്നത്. ജനറൽ സിയാഉൽ ഹക്കിൻ്റെ ചരിത്രം, ഭൂട്ടോ എന്ന സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന പാകിസ്ഥാനിലെ ശക്തനായ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയെ, തനിക്ക് അവിഹിതമായി പ്രൊമോഷൻ തന്ന വ്യക്തിയെ തന്നെ ജയിലിലടച്ച ആളാണ് സിയാഉൽ ഹക്ക്. പിന്നീട് ജയിലിനുള്ളിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു. അദ്ദേഹം തൂക്കിക്കൊന്നു എന്നാണ് പറയുന്നത്, എങ്ങനെ തലക്കടിച്ച് കൊന്നു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ തൻ്റെ എതിരാളികളെ ഓരോരുത്തരെ ജയിലിനുള്ളിലാക്കി വകവരുത്തിയ സിയാഉൽ ഹക്കിൻ്റെ അതേ പാതയാണോ അസീം മുനീർ ഇപ്പോൾ പിന്തുടരുന്നതെന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഫൈസ് ഹമീദിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. കാരണം പാകിസ്ഥാൻ ചാര സംഘടനയുടെ തലവനായിരുന്ന വ്യക്തിയാണ് ഈ ഫൈസ് ഹമീദ്. അതുകൊണ്ട് തന്നെ ഒരുപാട് രഹസ്യങ്ങൾ ഇയാൾക്കറിയാം. ഒരു പക്ഷേ അസീം മുനീർ ഉൾപ്പെടെയുള്ളവരുടെ വിദേശ രാജ്യങ്ങളിലുള്ള സമ്പാദ്യങ്ങളെക്കുറിച്ചും ഇവരുടെ മറ്റ് രഹസ്യ ഏർപ്പാടുകളെക്കുറിച്ചും എല്ലാം തന്നെ കൃത്യമായ വിവരമുള്ള ഒരാളാണ് ഫൈസ് ഹമീദ്. അതുകൊണ്ട് തന്നെ ഇയാളെ എത്രയും വേഗം നിശബ്ദനാക്കുക എന്നുള്ളത് അസീം മുനീറിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അസീം മുനീർ ഇപ്പോൾ പുതിയ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അവിടുത്തെ പ്രസിഡൻറ്റിനെയും പ്രധാനമന്ത്രിയേക്കാളും ഉയർന്ന പദവി വഹിക്കുന്ന ആളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അസീം മുനീറിന് വേണ്ടി ഭരണഘടനാ ഭേദഗതി വരുത്തിയിരുന്നത് പോലും അയാളെ പേടിച്ചിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും എല്ലാം തന്നെ ഇയാൾക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഔദ്യോഗിക ചർച്ചകൾക്കായി ഇപ്പോൾ ക്ഷണിക്കുന്നത് അസീം മുനീറിനെയാണ്. അതല്ലാതെ അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയോ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയെയോ അല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹം എന്തുമാത്രം ശക്തനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ ശക്തി തൻ്റെ എതിരാളികൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള കൂടി ലക്ഷ്യമിട്ടായിരിക്കാം ഒരുപക്ഷെ അസീം മുനീർ ഇപ്പോൾ ഇത്തരത്തിലുള്ള കർശന നിലപാടുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ഓരോന്നോരോന്നായി ഇല്ലാതാക്കുക. ഒരുപക്ഷെ നാളെ അസീം മുനീർ പാകിസ്ഥാൻ്റെ സ്വയം പ്രഖ്യാപിത പ്രസിഡൻ്റായി മാറാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല. പാകിസ്ഥാനിലെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഒക്കെ തന്നെ ഈ അസീം മുനീറിനെ ഭയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അസീം മുനീർ പാകിസ്ഥാനിലെ ഭരണാധികാരിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയുടെ പിന്തുണ കൂടിയുള്ള സാഹചര്യത്തിൽ അസീം മുനീറിന് പിന്നെ മറ്റൊന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ അസീം മുനീറിനെ പോലെ ഒരു വർഗീയവാദിയും കൊടും ക്രൂരനുമായ ഒരു വ്യക്തി അവിടുത്തെ പ്രധാന ഭരണാധികാരിയായി അവിടുത്തെ എല്ലാ കാര്യങ്ങളും അന്ത്യ തീരുമാനമെടുക്കുന്ന വ്യക്തിയായി മാറുമ്പോൾ അത് അയൽ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഭീഷണി തന്നെയാണ്. പക്ഷേ അസീം മുനീറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല. പാകിസ്ഥാൻ ജീവിതത്തിൽ ചെയ്ത എല്ലാ യുദ്ധങ്ങളിലും പരാജയപ്പെട്ട രാജ്യമാണ്. ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ദൂറിലും ദയനീയ പരാജയം അവർക്കുണ്ടായിരുന്നു. അന്ന് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയ സമയത്ത് ഈ പറഞ്ഞ അസീം മുനീർ ഏതോ ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ്
പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തു വന്ന വാർത്ത. ഇതിൻ്റെയൊക്കെ പിന്നിൽ തൻ്റെ എതിരാളികളാണ്, തൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്തു പോയിരിക്കുന്നു എന്നുള്ള കാര്യം അസീം മുനീർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ട ഇയാളെ അവിടുത്തെ പാകിസ്ഥാൻ സർക്കാർ ഫീൽഡ് മാർഷൽ പദവി നൽകി ആദരിക്കുകയായിരുന്നു. അതെല്ലാം തന്നെ അസീം മുനീറിൻ്റെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ച് വിറച്ചാണ് അവിടുത്തെ ഭരണാധികാരികൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയായിരിക്കും പുറത്തു വരിക.